ഇതൊരവസാനമല്ല, തുടക്കമാണ്. ഒരു പോലീസുകാരൻ കോൺഫിഡൻഷ്യലായി അന്വേഷിച്ച ഒരു കേസിൻ്റെ തുടക്കം. യെസ്, ഇത് ഇയാളുടെ കഥയാണ്. ഹാർഡി, സ്പെഷ്യൽ പോലീസ് ഓഫീസർ. തമിഴ്നാട്ടിൽ പ്രധാനമായ ഒരു കേസുണ്ടായി, മ്യൂസിയം റോബറി കേസ്. ആ കേസിലെ മുഖ്യപ്രതി ഡാനിയൽ എന്ന നൊട്ടോറിയസ് ക്രിമിനൽ. ഇതുപോലെ ഒട്ടനവധി കേസുകളിൽ പ്രതിയായിരുന്ന ഇയാൾ പോലീസുകാർക്ക് സകല തെളിവുകളും ഇട്ടുകൊടുത്തിട്ട് പോയ ഒരു ക്രൈം സീനായിരുന്നു അന്നത്തേത്. CCTV ഉൾപ്പെടെ ഡാനിയലിൻ്റെ മുഖം വ്യക്തമായിരുന്നു. ഈ കേസ് അന്വേഷിച്ചിരുന്ന ഓഫീസർ ഹാർഡിയായിരുന്നു. അയാളുടെ അന്വേഷണം ചെന്നെത്തിയത് CCTV ഫുട്ടേജിൽ കണ്ട ഡാനിയലിൻ്റെ മുഖത്തല്ല, മറിച്ച് അതേ CCTV ഫുട്ടേജിൽ കണ്ട ഡാനിയലിൻ്റെ ലെഫ്റ്റ് ഹാൻഡിലെ ടാറ്റുവിലായിരുന്നു. മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ടാറ്റു. ആ ഒരു സംശയത്തിൽ നിന്നും അയാൾ തുടങ്ങിയപ്പോൾ തന്നെ മറ്റൊരു വശത്ത് ഡാനിയലിൻ്റെ പേരിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസും കേട്ടു തുടങ്ങി. ഡാനിയലിനെ കണ്ടെത്താനാവാത്തതിനാൽ ഹാർഡിയെ സസ്പെൻഡ് ചെയ്തു. ശങ്കർദേവ് എന്ന മറ്റൊരു ഓഫീസർ കേസ് ഏറ്റെടുത്തു. ഡാനിയലിനെതിരെ ഫോഴ്സ് ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡറും ഇട്ടു. ഹാർഡി അവിടെ നിർത്തിയില്ല. അയാൾ അന്വേഷിച്ച് കണ്ടെത്തി, ഡാനിയൽ മരിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. അതിലുപരി ഇന്ത്യക്കകത്തും പുറത്തും ഡാനിയലിൻ്റെ പേരിൽ വലിയ വലിയ ക്രൈംസ് ചെയ്യുന്ന മറ്റൊരു ബോൺ ക്രിമിനലിൻ്റെ കൂടെ ആവശ്യം. ഡാനിയലിൻ്റെ ഇരട്ട സഹോദരൻ ഹെൻറിയുടെ കൂടെ ആവശ്യം. ഹെൻറി, ഇനി ഞാൻ വിചാരിക്കാതെ നിനക്ക് ഇവിടുന്നോ ഈ രാജ്യവും വിട്ടുപോകാൻ പറ്റില്ലടാ. ഞാൻ ഈ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് അകത്തുള്ളവന്മാരെയും പുറത്തുള്ളവന്മാരെയും തലയും വാലും ഇട്ടുള്ള ഇടപെടലാണ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ട്രാക്ക് മാറ്റി വിടാനുള്ള പരിപാടിയാണ്. ഈ ഒരു കേസിൽ ഡാനിയലിനെതിരെ എന്നെ ഇറക്കിയപ്പോൾ മറ്റൊരു സൈഡിൽ മാൻ മിസ്സിംഗ് കേസും ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായി ശങ്കർദേവിനെ ഇറക്കി. വെറും ഒരാഴ്ച കൊണ്ട് ശങ്കർദേവ് സകല തെളിവുകളും നിരത്തി ഡാനിയലാണ് പ്രതി എന്നതിൻ്റെ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് സമർപ്പിച്ചു. മറിച്ച് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ സമയം തൊട്ട് ഐ ആം ഡാം ഷുവർ ഈ കേസിൽ ഡാനിയൽ ഇൻവോൾവ് ആണ്. ഇതിൽ ഡാനിയലിൻ്റെ കൈകൊണ്ട്. പക്ഷേ ഡാനിയലിനെ ഫ്രെയിം ചെയ്യാനുള്ള എല്ലാ എവിഡൻസും ഞാൻ കണ്ടു, CCTV ഉൾപ്പെടെ. അവിടെ എനിക്ക് ഡൗട്ട് തോന്നി. ഇത്രയേറെ ക്രൈം ചെയ്തൊരു ക്രിമിനൽ വെറും ഒരു CCTV ക്യാമറ ചെന്ന് തല കൊടുക്കില്ലല്ലോ. സകല ഗെയിമും പൊളിഞ്ഞല്ലോ ഹെൻറി. ഓൾറെഡി ഗെയിം തുടങ്ങിക്കഴിഞ്ഞല്ലോ സാറേ. ഇനി സാറിനെ ഔട്ടാക്കിയാലും ഇത് കണ്ടിന്യൂ ചെയ്യും. കാരണം ഇത് വലിയൊരു നെറ്റ്വർക്കാണ്. അറിയാടാ, ഈ നെറ്റ്വർക്ക് എൻ്റെ കൂട്ടത്തിലുള്ളവരുണ്ട്, നിൻ്റെ കൂട്ടത്തിലുള്ളവരുണ്ട്. അതെനിക്ക് മനസ്സിലായത് എൻ്റെ പോക്ക് നിൻ്റെ നേർക്കാൻ അറിഞ്ഞപ്പോൾ എന്നെ ടീമിൽ നിന്ന് മാറ്റിയതും കൺസ്യൂമൻറ്റ് നേഷം വിട്ടു പോയതും എല്ലാം ഒരേ സമയത്തായിരുന്നു. അതിൽ പിന്നെ നല്ല ഇറിറ്റേഷനാണ് റിക്വസ്റ്റ്.
എന്നെ ഒന്നുമില്ലാതെ കളയാൻ നീയൊക്കെ എന്നാ വിചാരിച്ചു? എനിക്കിട്ട് പണിത് ഡാനിയലിനെ തീർത്ത് ഇവിടുന്ന് പോകാമെന്നാണോ? എന്നാൽ നിനക്കൊക്കെ തെറ്റി. ഇപ്പോൾ കയറിപ്പോയി കണ്ടെയ്നേഴ്സ്, ഇനി കയറാൻ പോകുന്ന കണ്ടെയ്നേഴ്സ് റിസീവ് ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പാണ് എനിക്ക്. അതുകൊണ്ട് നമുക്കൊരു ഡീലെത്താം. സാറ് പറഞ്ഞത് ശരിയാ, നമുക്കൊരു ഡീലിലെത്താം. അതിനു മുന്നേ എനിക്ക് ഡാനിയലിൻ്റെ ബോഡി കാണണം. അത് ഞാൻ സേഫായിട്ട് ഡംപ് ചെയ്തിട്ടുണ്ട്. പറ്റില്ല, എനിക്ക് കണ്ട് കൺഫേം ചെയ്യണം. കുഴിച്ചിട്ട കുഴിയുന്നവർ എഴുന്നേറ്റ് വരുന്നവൻ. ഓക്കെ. ഞാൻ കൈ കൊടുത്തിട്ടുള്ള ഒരു കൺസൈൻമെൻറ്റ് ഇതുവരെ പാളിപ്പോയിട്ടില്ല. പക്ഷേ പൊരുൾ അൺലോക്ക് ചെയ്യാനുള്ള കീ എടുക്കാൻ ഡാനിയലിൻ്റെ ഹെൽപ്പ് ചോദിച്ചപ്പോഴാണ് എൻ്റെ പ്ലാനിങ് ഫുള്ള് തെറ്റിയത്. സാറിനറിയാമല്ലോ അവനെ. ഇതിൻ്റെ പിന്നിൽ ആളെ കടത്തിയത് ഞാനാണെന്നറിഞ്ഞാൽ അവൻ എന്നെയും കൊല്ലും. ഈ കൺസൈൻമെൻറ്റ് നിർത്തി വെക്കും. അങ്ങനെ നിന്ന് പോകാനല്ല ഞാൻ ഈ ഗെയിം തുടങ്ങിയത്. അവനെ കൊണ്ടുള്ള നമ്മുടെ ശല്യം തീർന്നില്ലേ? സാർ ഇത്രയും കഷ്ടപ്പെട്ടത് ആ റിങ്ങിന് വേണ്ടിയല്ലേ? റിങ് എൻ്റെ സേഫാണ്. ബോഡി കണ്ടു കഴിയുമ്പോൾ ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ. സാറ് നീരാളിയെ കണ്ടിട്ടുണ്ടോ? ഈ ലോകത്തിൻ്റെ മുഴുവൻ കണ്ണു മൂടിക്കെട്ടാൻ കഴിവുള്ള നീരാളി. ഇതാണോ നീയൊക്കെ പറഞ്ഞ നീരാളി? നിനക്ക് രണ്ട് തെറ്റ് പറ്റിയുണ്ട്. ഒന്ന്, ഡിപ്പാർട്ട്മെൻറ്റിൽ നിൻ്റെ എച്ചിൽ തിന്നുന്നവന്മാരെ കണ്ട് എന്നെ അളന്ന്. രണ്ട്, ഡാനിയലിനെ കൊല്ലാൻ നോക്കി. അതുകൊണ്ട് ഞാൻ നിന്നെ ഇവിടെ തീർക്കാൻ പോകാം. നീ ഇപ്പം എന്നെ തീർക്കുമായിരിക്കും, പക്ഷേ ഇതിവിടം കൊണ്ട് തീരില്ലടാ. என்ன ஹென்றி, நைட் ஃபுல்லாக உனக்கு கால் பண்ண நீ எடுக்கலை, என்னாச்சு? இவ்வளோ பெரிய டீல் உன் கையில் இருக்கும்போது இப்படி கேர்லெஸ்ஸாக இருந்தால் எப்படிடா? மேக் இட் ஃபாஸ்ட். லாப்ஸ்டர் இன்னைக்கு கிளம்பணும், அது உன்னோட பொறுப்பு, தெரியல? ஏற்கனவே 2 கிளம்பியாச்சு. லாப்ஸ்டர் நான் இப்போ சமைச்சு சாப்பிட போகிறேன். இஃப் யூ வாண்ட் த கன்சென்ட் come and find me.
അങ്ങനെ ഡാനിയൽ എന്ന ഐഡൻറ്റിറ്റിയും ഹെൻറി എന്ന ക്രിമിനലും ഇല്ലാണ്ടായി. ഹീസ് ഫൈൻ. ആംബുലൻസ് അയച്ചെന്നാൽ ഇന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാം. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോനമഃ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോനമഃ. സുന്ദരതര പിനാകധര ഹര സുന്ദരതര പിനാകധര ഹര. ಕೊರಳಲಿ ಭಸ್ಮ ರುದ್ರಾಕ್ಷವ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀ. ஹலோ, என்ன டேனியல், இந்த பேர் நீ மறந்துட்டியா? நீ என்னடா நினச்ச? ஹென்ரியும் போட்டு உன்னோட ஐடென்டிட்டியை சேஞ்ச் பண்ணி யாருக்கும் தெரியாத இடத்துல போய் வாழ்ந்தா எங்களுக்கு உன்னை கண்டுபிடிக்க முடியும்னு நினச்சியா? இந்த கேம் இன்னும் முடியலடா. டைம் ஆகிடுச்சு. பொருள் வெளியில் கொண்டு வா. இதுக்கு மேலே நோ மோர் வெயிட்டிங். எங்கே இந்த கேம் ஆரம்பிச்சோ அங்கேயே பொருள் கொண்டு வா. சீக்கிரம் கிளம்பிடு. பசங்க அங்கே வெயிட் பண்ணுறேன். ரொம்ப நேரம் வெயிட் பண்ண வைக்காது. அதை விட்டுட்டு அந்த போலீஸ்காரர்கிட்ட சேர்ந்து குறுக்க ஏதாவது பிளான் போட்ட அவ்வளோதான். சொன்னபடி செஞ்சா இதோட இந்த கேம் முடிஞ்சிடும். இப்போதான்டா இந்த கேமே நான் ஆரம்பிக்க போகுது. ஒரு வாட்டி கூடி ஹென்ரியோட முகத்தை பார்க்கணுன்னா வாடா.
ശേഷം 8 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ 4ാമത്തെ